എടാ നീ എന്ന് താമസിച്ചു വന്നാലും അന്ന് നീ എന്നോട് ഹിന്ദിയിൽ ഓരോ നുണ പറയും. അത് നിന്റെ സ്ഥിരം പരിപാടിയാ. ആട്ടെ ഇന്നെന്താ താമസിച്ചത്? എന്നും താമസിച്ചു വന്നിട്ട് ഇന്ന് നേരത്തെ വന്നു കഴിഞ്ഞാൽ മോലാളി വിചാരിക്കില്ലേ ഞാനൊരു കൃത്യനിഷ്ഠ ഇല്ലാത്തവനാണെന്ന്? മലയാളികള് പോലും മറന്നുപോയ വാക്കാ ഇവന്മാരൊക്കെ ഇപ്പൊ വെച്ച് കീച്ചുന്നത്. മോലാളി ഇത് ആരുടെ സ്ഥാപനമാണ്? എന്റെ. മോലാളി എപ്പോഴാണ് വന്നത്? ഞാനൊരു 10 മിനിറ്റ് താമസിച്ചു. മോലാളിയായ നിങ്ങൾ താമസിച്ചെങ്കിൽ തൊഴിലാളിയെ നാണെന്തിന് നേരത്തെ വരണം? കുറച്ച് ഉത്തരവാദിത്തം കാണിക്കേ. ആറാടിയിലിരിക്കുന്ന ബൈക്ക്? ആ ചുമന്ന ബൈക്ക് എന്റെ മോലാളി. കാര്യങ്ങളൊക്കെ അവിടെ നിക്കട്ടെ. നീ ആ ബൈക്ക് എവിടുന്ന് ചുമന്നതാന്ന് പറ. അതിന്റെ പേര് കേസ് വന്നാൽ ഞാൻ ഏറ്റെടുക്കത്തില്ലേ? എന്റെ പൊന്ന് മോലാളി, ഞാൻ അധ്വാനിച്ച പൈസക്ക് വാങ്ങിച്ച വണ്ടിയാണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇവിടെ വരുന്ന വണ്ടികൾ മാത്രം സർവീസ് ചെയ്താൽ മതി, അല്ലാതെ നിന്റെ സർവീസ് ഇവിടെ വേണ്ട. മാലു നഹീന്ന് വെച്ചാ മാല ഇല്ലെന്ന്. നിനക്കാണെങ്കിൽ മാല കൂടെ മേടിച്ചാലാ. എന്റെ പൊന്ന് മോലാളി, എനിക്ക് മനസ്സിലായില്ലെന്ന്. നിന്റെ കുളിയും ദേവാരം ഒന്നും ഇവിടെ വേണ്ടെന്ന് ഞാൻ CCTV കണ്ട്. നീ ആ ഓസ് എടുത്ത ദേഹമൊത്തായിട്ട് നനയ്ക്കുന്നത്. അല്ല മോലാളി, മോലാളി എന്തിനാ മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചി തള്ളിയത്? അത് നീ പറഞ്ഞോ? അറിഞ്ഞു മോളെ. എടാ അവിടെ നിൽക്കുന്ന പെങ്കൊച്ചിനോട് ഞാൻ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ടുവന്ന് ചോദിച്ചു. ആ കൊച്ചു കേട്ടത് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ടുവന്ന്. ഇത് കേട്ടതും ആരാടാ മുതുക്കെ തന്റെ ആന്റി നമ്പർ എന്നെ തല്ലിയത്? അയ്യോ പാവം കേട്ടോ. നീ എന്റെ കഥ കേട്ടോണ്ടിരിക്കാതെ പോയി പണിയുടെ ബംഗാളി. ബംഗാളിൽ പോയി പണി ചെയ്യാനാണെങ്കിൽ ഞാൻ എന്തിനാ മോലാളി കേരളത്തിൽ വന്നേ? നീ ഒന്ന് പണി ചെയ്യാവോ പോയി? സറി മോലാളി. മോലാളി ചിരിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യാനാന്ന് പറഞ്ഞു. അരെ ബാറ്റ് മാറ്റ് മോലാളി കൊച്ച ബാറ്റ്. എന്നാ കഥ ഇത്? അകലെ തും അകലെ ഹം. ജയ 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 ഹേ. നീ തമിഴ് ഹിന്ദിയിലെ ഒരു സിനിമ പേര് പറഞ്ഞു, ഞാൻ മലയാളത്തിലെ ഹിന്ദി. അതല്ല എന്റെ മോലാളി. സാധാരണ ആൾക്കാരൊക്കെ വരുമ്പോ മോലാളിമാർ സന്തോഷിക്കും. ഇവിടെ മോലാളി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? 10 മിനിറ്റ് മുമ്പ് സർവീസ് കഴിഞ്ഞ പോയ വണ്ടി ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുമ്പോ അതിലെന്തോ അപകടമുണ്ട്. അയ്യോ കാണുന്നില്ല കാണുന്നില്ല. അയ്യോ എന്റെ മാല കാണുന്നില്ലേ. അയ്യോ ഇത് സർവീസ് സെന്ററാ. ഇതിന്റെ പുറയിലാണ് കണ്ണാശുപത്രി. അവിടെ പോയി പറഞ്ഞ എന്നെ അവിടെ ശരിയാക്കി തരും. എന്റെ മാല കാണുന്നില്ലെന്ന്. മാളയോ? മാലയല്ല ചകതി. എന്റെ അരപ്പവന്റെ സ്വർണ്ണമാല കാണുന്നില്ലെന്ന്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷൻ ഇല്ലാതെ നിൽക്കുന്നേ? തന്റെ മാല കളഞ്ഞു വരും. ഞങ്ങൾ എന്നാത്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതെ, നിങ്ങളുടെ സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന എന്റെ കാറിന്റെ അകത്തിരുന്ന സ്വർണ്ണമാലയാണ് കാണാതെയായത്. എന്റെ ജലദേവതേ. ജലദേവതയോ? വെള്ളം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ജലദേവതയെ വിളിക്കുന്നത്. അതെ, ഞാൻ ആദ്യം കാറ് കൊണ്ടുവന്നപ്പോ ഇയാളെ കാർ ആദ്യം തുറന്നു നോക്കിയേ. നീ ആ മാല കൊണ്ടായിരുന്നു? ഇല്ല മോലാളി ഇല്ല, നാനാ മാല എടുത്തിട്ടുള്ള മോലാളി. മോലാളി എടുത്തോ മാല? ഞാനും കൊടുത്തിട്ടില്ല. എന്റെ കുഞ്ഞു വെച്ചാൽ ഞങ്ങളാരും കണ്ടിട്ടില്ല. കൊച്ചു പോകാൻ നോക്കുന്നു. അതൊന്നും പറ്റത്തില്ല. ഇതെന്റെ കൂട്ടുകാരിയുടെ കല്യാണമാ. കല്യാണമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പോയി കല്യാണം കൊടുക്കും. അതല്ലെന്നേ, എനിക്ക് എന്റെ മാല കിട്ടിയാലേ കല്യാണത്തിന് പോകാൻ പറ്റത്തുള്ളൂ. ഞാനത് അവക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ച സ്വർണ്ണമാലയാ. ഗിഫ്റ്റാ? എന്റെ പൊന്ന മോലാളി, കല്യാണത്തിന് പോയിട്ട് മാക്കം തിന്നിട്ട് കാര്യമില്ല. അവർക്ക് സംഭാവന കൊടുക്കണം. അതാണ് ഈ ഗിഫ്റ്റ്. എന്റെ അരപ്പവന്റെ സ്വർണ്ണമാല തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചാ മാല കിട്ടുമെങ്കിൽ ഇവിടെ നിൽക്കാതെ പോയി പോലീസിനോട് ചോദിക്കും. എന്നാ പിന്നെ എനിക്കും പോലീസിനടുത്ത് പറഞ്ഞോറ് മാല ചോദിച്ച് മേടിക്കാൻ നിൽക്കുക. മര്യാദ സ്വർണ്ണമാല തന്നോണം. അറിയാൻ പാടില്ല ചേട്ടാ. ചേട്ടാ എന്റെ മാല എവിടെ ചോദിക്കേട്ടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു മാല മേടിച്ചങ്ങ് തരും. തന്നെടുത്ത് മേടിച്ചാനല്ലേ പറഞ്ഞേ? എന്നെ കാണാതെ പോയ അരപ്പവന് സ്വർണ്ണമാല എടുത്തരാനാ പറഞ്ഞേ. എനിക്ക് ഇവരെ തന്നെയാണ് സംശയം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടാ. എന്റെ സംശയം പോലാളി. നിന്നെ എനിക്ക് പണ്ടേ സംശയമാ. സത്യം പറയടാ, നീ ആ മാല എടുത്തത് ചെയ്തു? കാർ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ കാർ ഡ്രൈവർ അല്ല. സ്കൂട്ടർ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ സ്കൂട്ടർ ഡ്രൈവർ. ഒരു ബംഗാളി എന്ന നിലക്ക് ഞാൻ ഉരുളക്കിഴങ്ങിൽ തൊട്ട് സത്യം ചെയ്തു. ഞാൻ ആ മാല എടുത്തിട്ടില്ല. ഉരുളക്കിഴങ്ങും സോറുദിനെ എന്നെ നിങ്ങൾ കള്ളനാക്കി. ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് നിങ്ങൾ എനിക്ക് തരാനുള്ളത്? Tell me how